ചിത്രകലയുടെയും ശില്പകലയുടെയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടെ ഭാരതം. അജന്തയിലെയും എല്ലോറയിലുമുള്ള ഗുഹാചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അനശ്വരരായ അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരായ എത്രയോ ചിത്രകാരന്മാർ നമ്മുടെ പൈതൃകത്തിൻ്റെ തുടർച്ചയാണ്. ചിത്രകലകളുടെയും ശില്പകലകളുടെയും നമ്മൾ അറിയാത്ത ലോകത്തേക്കാണ് ഇന്നത്തെ പെൺമ കടന്നു ചെല്ലുന്നത്. പെൺമയിലേക്ക് സ്വാഗതം. ഫ്ലോറ ഫൗണ സ്പിരിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്ര പ്രദർശനം നടക്കുന്നത് തിരുവനന്തപുരത്തെ നന്തങ്കോട്ടുള്ള ലാ ആർട്ട് ഗാലറിയിലാണ്. കലാകാരിയായ ലതാ കുര്യൻ രാജീവാണ് ഈ ഗാലറിയുടെ ഉടമ. സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അപരിചിതരായ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ നൽകിയ കലാസൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലതാ കുര്യൻ രാജീവിനോടൊപ്പം അവരുടെ സുഹൃത്തുക്കളായ ആര്യ കൃഷ്ണനും ബ്രിട്ടീഷ് പൗരനായ ക്ലൈവുമാണ് ഈ പ്രദർശനത്തിന് പിന്നിൽ. ലാ ആർട്ട് ഗാലറിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ ബൈ ട്രെയിനിങ് ഐ എം എൻ ആർട്ട് ഹിസ്റ്റോറിയൻ. അപ്പോൾ എൻ്റെ ഒരു ആശയമായിരുന്നു, ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ രാജീവിനെ കല്യാണം കഴിച്ചപ്പോൾ ഒരു ആർട്ട് ഗാലറി സ്ഥാപിക്കണമെന്ന്. ആദ്യമേ നമ്മുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ആർട്ട് ഗാലറി മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റിക് എൻവയറമെൻറ്റ്, ഒരു കൾച്ചറൽ ഒരു സ്പേസ് ആയിരുന്നു. സോ അതിലൊരു വലിയ ഭാഗം ആർട്ട് ഗാലറി, അതിൻ്റെ കൂടെ ഒരു ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് നിരന്തരം നമ്മൾ നിരന്തരമായിട്ട് നടത്താനൊരു ഷോപ്പ്. ആൻഡ് അതിൻ്റെ കൂടാതെ വി ഹാവ് എ സ്മോൾ ലൈബ്രറി. അപ്പോൾ ആൾക്കാർക്ക് വരുമ്പോൾ ആർട്ട് ബേസ്ഡ് കൾച്ചർ ബേസ്ഡ് പ്രോഗ്രാംസ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാസ് ടു ഹാവ് പെർഫോമൻസസ്. എല്ലാ ഒരു ആഴ്ചയും ഒരു പെർഫോമൻസ് അവിടെ, ഇത് മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ കല, അല്ലെങ്കിൽ തിയേറ്റർ, അങ്ങനെ ഒരു സ്പേസ്, ഒരു ചെറിയൊരു സ്റ്റേജ് പോലെ വെച്ച് അവിടെ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ആർട്ടിസ്റ്റിന് വന്ന് താമസിച്ച് ആരായാലും, എഴുത്താണോ പെയിൻറ്റിംഗ് ആണോ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് മ്യൂസിക് റൈറ്റിംഗ് പോയട്രി, ഏതായാലും അങ്ങനത്തെ ആൾക്കാർക്ക് വന്ന് താമസിച്ച് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ലോക്കൽസിൻ്റെ കൂടെ ലോക്കൽസ് ഐ മീൻ ട്രിവാൻഡ്രമിലുള്ള ആൾക്കാരുടെ കൂടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പോൾ രണ്ട് രീതിയിലും ആൾക്കാർക്കൊരു എക്സ്പോഷർ വരും. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ആദ്യം ഭാവരസ എന്നാണ് ഈ കോൺസെപ്റ്റിന് നമ്മൾ വിളിച്ചത്. ഫ്ലോറ ഫോണ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഇപ്പോൾ രണ്ടാമത്തെ എക്സിബിഷനാണ്. ആഫ്റ്റർ ദ ലാസ്റ്റ് എക്സിബിഷൻ വിച്ച് കൺക്ലൂഡഡ് November 19, 2011, ഇപ്പോൾ March 19, 2012 ഒരു എക്സിബിഷൻ ചെയ്യുന്നത്. അത്രയും സമയം ഈ ഗാലറിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. യുക്രൈനിൽ നിന്ന് 2 കപ്പിൾ വന്നിട്ട് ഇവിടെ 2 യങ് മ്യൂസിഷ്യൻസുമായിട്ട് ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് മ്യൂസിക്കൽ പ്രോഗ്രാം. പുറത്താണ് അതിനുള്ള സ്പേസ്. ആൻഡ് ഈ ഷോ എന്ന് പറഞ്ഞാൽ ക്ലൈവും ആര്യനും എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. ക്ലൈവ് ഇംഗ്ലണ്ടിൽ നിന്നാണ്. പുള്ളിക്കാരൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒത്തിരി വർഷമുള്ള ഒരാളായിരുന്നു. ആൻഡ് ആര്യൻ കഴിഞ്ഞ 10 വർഷമായിട്ടൊരു 2 NGOs ആയിട്ട് വർക്ക് ചെയ്തതാണ്. സോ അദ്ദേഹത്തിന് നല്ല ഒരു എന്താ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻ വർക്കിംഗ് വിത്ത് റൂറൽ പീപ്പിൾ, വർക്കിംഗ് വിത്ത് ട്രൈബ്സ്, വർക്കിംഗ് വിത്ത് ഇൻഡിജിനസ് കൾച്ചേഴ്സ്, അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്ലൈവും ആര്യനും മീറ്റ് ചെയ്തപ്പോൾ അവർ ഒന്ന് ട്രാവൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ ട്രാവലിൻ്റെ സമയത്താണ് അവർ ക്ലൈവിൻ്റെ ജീവിതത്തെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനത്തെ വർക്ക് കാണുന്നത്. അപ്പോൾ ക്ലൈവ് അത് കാണുമ്പോൾ ക്ലൈവ് പറയുന്നത് ഇറ്റ് വാസ് എ ട്രെമൻഡസ് എക്സ്പീരിയൻസ് ഫോർ മീ. അപ്പോൾ അവർ ഇത്രയും നാൾ നിന്നതൊരു വളരെ ഹൈ കൾച്ചറിലാണ്. ഈ നമ്മൾ ഫാഷൻ എന്നൊക്കെ പറഞ്ഞ വേറെ ഒരു റിമോട്ടായിട്ടൊരു ഏരിയയാണ്.
അത് കഴിഞ്ഞിട്ട് അവർ നേരെ വരുന്ന ഒരു വില്ലേജ്, ഒരു റൂറൽ ട്രഡീഷണൽ അല്ല, ഒരു ട്രൈബൽ കൾച്ചറിൽ അവർ വന്നപ്പോൾ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ആർട്ടുണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾക്കാർ ഇത്രയും വർഷമായിട്ട് ഇത്രയും സെഞ്ച്വറീസ് ആയിട്ട് അവർ വരയ്ക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷിച്ചു ഇത് കണ്ടപ്പോൾ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പോയ വഴി എല്ലാം കൈ കിട്ടിയതെല്ലാം അങ്ങ് മേടിച്ചു. പുള്ളി പറഞ്ഞു ഐ കുഡന്റ് ലീവ് ഇറ്റ് ബിഹൈൻഡ്, ഐ ഹാഡ് ടു ബൈ ഇറ്റ്. അപ്പോൾ അങ്ങനെ പുള്ളി ഒത്തിരി പെയിൻറ്റിങ്സ് അക്വയർ ചെയ്തു. ആൻഡ് ഞാൻ അവരുടെ കളക്ഷൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഡു എ ഷോ വിത്ത് ദെം, വർക്ക് വിത്ത് ദെം. ആൻഡ് അങ്ങനെയാണ്. അപ്പോൾ അവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ബിക്കോസ് അവർ നിറ്റിംഗ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കളക്റ്റീവ് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ അവരുടെ ഈ നിറ്റിംഗ് സർക്കിൾ പ്രോഗ്രാമിൽ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തേക്കുന്ന വർക്ക്സൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഓൺലൈൻ വി ക്യാൻ ബൈ. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഗാലറിയിൽ ഒരു ഷോ ചെയ്യുവാണെങ്കിൽ അവർക്കും ഒരു ഭയങ്കര ഒരു ഓജസ് വരും ഇതിൽ ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് ഫ്ലോറ ഫോണ സ്പിരിറ്റ്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു ദ പ്ലാന്റ് കിങ്ഡം, ഫോണ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു ദി ആനിമൽ കിങ്ഡം, ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാണ എന്ന് പറയത്തില്ലേ, ലൈഫാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡിജിനസ് ഫോക്ക് അല്ലെ ട്രൈബൽ ട്രഡീഷനിൽ അവർക്ക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ആൻഡ് പാർസലാണ് അവരുടെ ജീവിതത്തിൽ. അതുപോലെ ചെടിയും മരവും എന്തവരോട് ചോദിച്ചാൽ അവർ മേഘത്തോട്ട് നോക്കിയിട്ട് അവർ പറയും ഇന്നിപ്പോൾ മഴ പെയ്യും, അല്ലെ അടുത്ത ഒരാഴ്ചത്തേക്ക് മഴയില്ല. അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടിട്ട് പറയും ഇത്രയും ആന അവിടെ ഇങ്ങനെ ഉണ്ടെന്ന്. അല്ലെ തറയിലൊരു കാൽപ്പാടം മാത്രം കണ്ടാൽ മതി, അവർക്കറിയാം ആരൊക്കെ ആ ജംഗിളിൽ അവരുടെ കൂടെ ഉണ്ട്. സോ അത്രയും ഇൻഡിജിനസ്, അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇടയ്ക്ക് വന്നപ്പോൾ അവരും അങ്ങ് ഇൻസ്പയർഡായി. അപ്പോൾ അങ്ങനെയാണ് ഫ്ലോറ ഫോണ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലും വെച്ചിട്ട് ഈ എക്സിബിഷൻ അവർ ക്യൂറേറ്റ് ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർട്ടിസ്റ്റ് അല്ല, ഐ എം എൻ ആർട്ട് ഹിസ്റ്റോറിയൻ. അപ്പോൾ ഞാനൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഒത്തിരി അധികം കാര്യങ്ങൾ ഞാൻ കാണും. പക്ഷേ ആസ് എ സോഷ്യൽ എൻറ്റിറ്റി എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവരുടെ കൾച്ചർ ഈസ് ദാറ്റ് ഞാൻ വളരെയധികം അവരുടെ ഒരു കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. സോ നോബഡി ഈസ് അറ്റ് ഫോൾട്ട് ഹിയർ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് നമുക്ക് എക്സ്പോഷർ ഇല്ല. ദ മോമെൻറ്റ് നമുക്ക് എക്സ്പോഷർ വരുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെടാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്ക് ഇച്ചിരി കൂടെ ഗവേഷണം ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല, ഇങ്ങനെ ഫോക്ക് ആർട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് കാണാം അല്ലേ, അതിനെക്കുറിച്ച് പഠിക്കാം. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അപ്പോൾ ദ റീസൺ വൈ ഐ എം ഹാവിങ് ദിസ് ഷോ ഹിയർ ഇസ് ബിക്കോസ് ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് അവർ അതിശയിച്ച് പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ചില ആർട്ടിസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഭംഗിയായിരിക്കുന്നല്ലോ, അവരുടെ ഒരു സ്കില്ലും അവരുടെ ഒരു ക്രാഫ്റ്റ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് സ്കിൽ ആൻഡ് ക്രാഫ്റ്റ് അവരുടെ ട്രഡീഷനാണ്. ഇത് നമ്മൾ ഇവരുടെ പെയിൻറ്റിങ് മേടിച്ചില്ല അവർക്ക് പ്രശ്നമില്ല. ഇത് അവർ നിരന്തരം അവരുടെ ലൈഫ് അവർ ചെയ്യുന്ന ഒരു സാധനമാണ്, അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ലൈക്ക് മാരേജ്, ലൈക്ക് ഡെത്ത്, ലൈക്ക് എനി സെറമണി, ഈ പെയിൻറ്റിങ്സ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഏത് പെയിൻറ്റിങ് കണ്ടാലും അതിനൊരു കഥയുണ്ട്, അതിനൊരു ഇറ്റ് ഹാസ് എ ഫൗണ്ടേഷൻ, ഇറ്റ് ഹാസ് എ ട്രഡീഷൻ, ഇറ്റ് ഹാസ് എ വാല്യൂ. അപ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തോ ഇഷ്ടപ്പെട്ടില്ല, മേടിച്ചില്ല, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു ദം. വാട്ട് മാറ്റേഴ്സ് റിയലി ഇസ് ദാറ്റ് ദിസ് ഇസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ലൈഫ്. അവരുടെ ജനറേഷൻസിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കലാ സൃഷ്ടിയാണ്. ആൻഡ് ഇത് കലയായിട്ടല്ല അവർ കാണുന്നത്, അവരുടെ ഒരു കൾച്ചറായിട്ടാണ് കാണുന്നത്. ഈ എക്സിബിഷൻ ക്ലൈബും ആര്യനും ഇല്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ക്ലൈബിനെയും ആര്യനെയും ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വളരെയധികം താല്പര്യമുണ്ട്. ആൻഡ് ക്ലൈബ് ആൻഡ് ആര്യൻ്റെ ഹാർഡ് വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. അവർ ശരിക്കും അത്രയും സെൻസിറ്റീവായിട്ടും അത്രയും ഒരു ആൾക്കാരുടെ ഒരു വർക്ക് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സിബിഷൻ നമുക്ക് നടത്താൻ പറ്റിയത്. പിന്നെ ഈ പെയിൻറ്റിങ്സ് അവർ അതിൻ്റെ കളക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ പ്രയാസപ്പെട്ടത് വാസ് ഇൻ ഫ്രെയിമിങ്ങിന് അവർ ഇവിടുന്ന്
എറണാകുളം വരെ കൊണ്ടുപോയി നല്ല ഫ്രെയിമേഴ്സിനെ തപ്പിയെടുത്ത് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് ഇവിടെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷിയും കാണിച്ചത് തന്നെ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, 100% കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് ഈ എക്സിബിഷൻ അവരില്ലാതെ നടക്കില്ല. അവരുടെ ഒരു എന്താ പറയുന്നത്, ഇങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് വേണമായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ദിസ് എക്സിബിഷൻ കെയിം ടു ബി. ഫ്ലോറ ഫൗണ സ്പിരിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്ര പ്രദർശനം നടക്കുന്നത് തിരുവനന്തപുരത്തെ നന്തങ്കോട്ടുള്ള ലാ ആർട്ട് ഗാലറിയിലാണ്. കലാകാരിയായ ലതാ കുര്യൻ രാജീവാണ് ഈ ഗാലറിയുടെ ഉടമ. സാങ്കേതിക വിദ്യയിൽ അപരിചിതരായ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ നൽകിയ കലാസൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലതാ കുര്യൻ രാജീവിൻ്റെ സുഹൃത്തുക്കളായ ആര്യ കൃഷ്ണനും ബ്രിട്ടീഷ് പൗരനായ ക്ലൈവുമാണ് ഈ പ്രദർശനത്തിൻ്റെ പിന്നിൽ. ലാ ആർട്ട് ഗാലറിയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലെ ആദിവാസികളും ഗ്രാമീണ സ്ത്രീകളടക്കം പൂർണ്ണമായും ഗ്രാമീണ കലാകാരന്മാരാണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ. കഴിഞ്ഞ ഒരു വർഷക്കാലമേറെയായി പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ഈ ചിത്രങ്ങൾ ശേഖരിച്ച് ആര്യയെയും ക്ലൈവിനെയും പെൺമയിലൂടെ പരിചയപ്പെടുത്തുന്നു ലതാ കുര്യൻ രാജീവ്. നമ്മുടെ ഒപ്പം ഫ്ലോറ ഫൗണ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഇവിടെ ഗാലറി 360 നടക്കുന്ന എക്സിബിഷൻ സംഘടിച്ചത് ക്യൂറേറ്റ് ചെയ്ത രണ്ടാൾ ഉണ്ട്. മിസ്റ്റർ ക്ലൈവ് സ്നുക്ക് ലണ്ടനിൽ നിന്ന്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ കേരളത്തിലാണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രത്ത് തന്നെ. ക്ലൈവിൻ്റെ കൂടെ ക്ലൈവിൻ്റെ ഫ്രണ്ട് ആര്യൻ കൃഷ്ണൻ, ഇവർ രണ്ടുപേരും നിറ്റിംഗ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ്, ഓൺലൈനായിട്ടുള്ള ഒരു കളക്റ്റീവാണ് അത്. അവർ കളക്ട് ചെയ്ത് പല എടുത്തു പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആർട്ട് വർക്കിനെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലൈവിനോടൊപ്പം രണ്ട് വാക്ക് ചോദിക്കാം. So Clive, what brought you here to this exhibition? Yes. It's really a personal journey, a personal discovery of the joys of India and what is really happening in India. And I thoroughly enjoyed being here and doing it. I'm very grateful to being able to do it. പിന്നെ നമുക്ക് ആര്യൻ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കാം. ആര്യൻ അധികം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ആര്യൻ ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒത്തിരി നാളുണ്ടായിരുന്നു. അങ്ങനെ ഈ ആൾക്കാരുടെ കൾച്ചറായിട്ട് ഒത്തിരി അധികം കോണ്ടാക്റ്റ് ഉള്ള ഒരാളാണ്. പക്ഷെ അവരുടെ ആർട്ടിൽ വന്നപ്പോൾ ആര്യന് വളരെയധികം വേറെ ഒരു തരം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആര്യൻ്റെ അടുത്ത് ചോദിക്കാം. ആര്യനും ക്ലൈവും കളക്ട് ചെയ്ത് ഒത്തിരി അധികം കമ്മ്യൂണിറ്റീസിൻ്റെ ആർട്ട് വർക്കാണ്. ആൻഡ് കാലിഘട്ട് പെയിൻറ്റിങ്സ് ഉണ്ട്, മധുബനി പെയിൻറ്റിങ്സ് ഉണ്ട്, ഒറീസയിലെ പോട്ട് പെയിൻറ്റിങ്സ് ഉണ്ട്, ഗോണ്ട് ആർട്ടുണ്ട്. പിന്നെ സുജിനി എന്ന് പറഞ്ഞ് ബീഹാറിൽ സ്ത്രീകൾ തയ്ക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കലയുണ്ട്. അപ്പോൾ ഈവൻ കലംകാരി വർക്ക് ഫ്രം ആന്ധ്രാപ്രദേശ്. ഈ കളക്ട് ചെയ്ത ഇത്രയും പെയിൻറ്റിങ്സിൻ്റെ ഇടയ്ക്ക് ആര്യൻ കൃഷ്ണൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട അല്ലെ മനസ്സിൽ വളരെയധികം ആകർഷിച്ച ഏതെങ്കിലും പെയിൻറ്റിങ്സ് ഉണ്ടോ? ശരിക്കും ഇങ്ങനെ കളക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചൊരു ഫോക്കസോ അങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല. ശരിക്കും ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുക, കൂടുതൽ വർക്ക് കാണുക, അങ്ങനെ ഒരു രീതിയിലാണ് തുടങ്ങിയത്. നമ്മളെ ശരിക്കും ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും ഒക്കെ ബോർഡറിലായിട്ട് വരുന്ന ഗോണ്ട് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഗോണ്ട് ആർട്ട് എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഗോണ്ടിൽ പ്രധാനമായിട്ടും കുടുംബങ്ങളൊക്കെ തന്നെ ഇപ്പം ഒരു വീട്ടിൽ പെയിൻറ്റ് ചെയ്യുന്ന ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, കുട്ടികൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും ഒരേപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഇവർക്ക് ഇതൊരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഭിത്തിയിലൊക്കെയാണ് ശരിക്കും
ട്രഡീഷണലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ശരിക്കും ആൾക്കാരൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോഴും പുതിയൊരു മറ്റൊരു പുറം ലോകത്തേക്ക് ഇത് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാൻവാസിലും പേപ്പറിലും ഒക്കെ അക്രിലിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷ്വലി ആകർഷിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഗോണ്ട് പെയിൻറ്റിംഗ് ആണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഇതിഹാസം തന്നെയുണ്ട്, അവരുടേതായിട്ടുള്ളൊരു മുഴുവനൊരു ലോകവീക്ഷണമുണ്ട്, അവരുടെ ദൈവങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ഇങ്ങനെ പ്രകൃതിയും മൃഗങ്ങളും ദൈവവും ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. അതിൽ അത്രയ്ക്കും വ്യത്യാസം, ഇപ്പോൾ അമ്പലം, കാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവരുടെ ഇടയ്ക്ക് കുറവാണ്. അവരിങ്ങനെ ഇത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ. So what would you like to say, Sir Clive? There's just so much in India that I've never seen before. And just learning about its existence, sharing its beauty, and beginning to understand the culture of the people that actually have made the art has been a joy for me. Because it comes from nature, it comes from their daily lives, and they just express it in such a happy way, especially the Gond artists, who I'm attaching slightly more emotion to than a lot of the other work. And the guys that make these things, I mean, they just feel so special. Okay. So it's the joy of everyday life, expressed in such a beautiful way. So Clive, when you come from the fashion industry, Yes. where everything is already planned, staged, executed, and it's almost mechanical. So I think it's almost mechanical. So when you come to a space like this, when nothing is mechanical, everything is so organic, what was your feeling coming from a world that was, An organised world to chaos. To chaos. About sums it up. But the chaos is fun most of the time. But there is still organisation behind that chaos. I don't care what anyone says. Everyone's just used to working in that way. There's an element of surprise that adds up, whoosh, to everything. Okay. And the smile on people's faces. That's brilliant, isn't it? I mean, the fashion world may appear really organised, but the chaos behind it, believe you me, exists. If everyone knew one iota of what it takes to make a garment for you to put on, you'll be really surprised. പെൺമയിൽ അടുത്തത് സൗന്ദര്യത്തിൽ പുതിയ ചമയ കാഴ്ചകളുമായി അംബിക രമേശ് എത്തുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഞ്ഞളിനെ കുറിച്ചാണ്. മഞ്ഞളിൻ്റെ മാസ്മരിക ശക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് ഞാൻ അധികം പറയേണ്ടതില്ല. ഇത് വളരെ നല്ലൊരു അണുനാശിനി കൂടെയാണ്. ഇത് പല വിധത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മിക്കവാറും എല്ലാ കോസ്മെറ്റിക്സിലും ഈ മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്. ഫെയർനെസ് ക്രീം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കോസ്മെറ്റിക്സിലും ഇത് നമുക്ക് അണുനാശിനിയായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കിട്ടുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ് അതിലൊക്കെ നല്ലപോലെ പെസ്റ്റിസൈഡൊക്കെ അടിച്ച് ആണല്ലോ വരുന്നത്. ഇത് നമുക്ക് അതിനെ നിർവീര്യമാക്കാനുള്ള കഴിവും ഈ മഞ്ഞളിനുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ പച്ചക്കറി, ഫ്രൂട്ട്സൊക്കെ മുക്കി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉള്ള വിഷാംശമൊക്കെ പോയി നമുക്ക് നല്ല ഫ്രഷായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ പിമ്പിൾസ്, സ്കാറൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന, പാർലറിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 പാക്കുകൾ ഞാൻ പറയാം. ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമഞ്ഞളും, ഇത് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൽ കുറച്ച് മുട്ടയുടെ വെള്ളം അതും കൂടെ മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇടുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. ഇത് വളരെ നല്ലൊരു പാക്കാണ്.
ടീനേജിലുള്ള പിള്ളേർക്ക് വരെ ഇടാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് ഇട്ടാൽ ഒരു കുഴപ്പമില്ല. വളരെ നല്ല പിമ്പിൾസിൻ്റെ സ്കാറ് ഇതെല്ലാം നല്ല പോലെ റിമൂവ് ആകും. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് 1-2 പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ. റെഗുലറായിട്ട് കുറച്ച് ദിവസം ചെയ്യാമെന്നുണ്ടെങ്കിൽ 100% ഇത് റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. എല്ലാവരും ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് 1-2 പ്രാവശ്യം ചെയ്യും, പിന്നെ അത് അവർ ഇടത്തില്ല. അപ്പോൾ ഇതൊന്നും ഒരു റിസൾട്ട് ഇല്ലാതെ പോകും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം നല്ല റിസൾട്ടാണ് വരുന്നത്. അതുപോലെ വേറൊരു പാക്ക് ഞാൻ പറയാം. ഇതുപോലെ പിമ്പിൾസും സ്കാറും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സമയത്തിന് തന്നെ ഇത് ഇടാനും പറ്റും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തുമില്ല. കാശും അധികം ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പയറുപൊടി അതെടുത്തിട്ട് അതിൽ കുറച്ച് ഇന്ദുപ്പ്, ഒരു പിഞ്ചിട്ടാൽ മതി ഇന്ദുപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 ഡ്രോപ്പ് നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഫേസിലും കഴുത്തിലും കൂടെ ഇടണം ഈ പാക്ക്. അല്ലാന്നുണ്ടെങ്കിൽ 2 കളറായിപ്പോൾ നമ്മുടെ ഫേസിനും കഴുത്തിനും തമ്മിൽ. ഇതിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ചെറു ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്താൽ മതി. ഇതും വളരെ നല്ല റിസൾട്ടാണ്. ഇതും നമുക്ക് ഡെയിലി ഉപയോഗിക്കണം. ഇത് നല്ല പോലെ പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇത് വരുന്നത്. എന്നിട്ട് പിമ്പിൾസിൻ്റെ എണ്ണം കുറയുമ്പോഴത്തേക്കും നമുക്കിത് ഗ്രാജുവലി കുറയ്ക്കാൻ പറ്റും. ഒരാഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ പിന്നെ ചെയ്താൽ മതിയാവും. സ്കാർ വരെ പോകും. വളരെ നല്ല റിസൾട്ടാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ ഇനി വേറൊരു പാക്ക് കൂടെ പറഞ്ഞുതരാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഈ കസ്തൂരി മഞ്ഞൾ നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും മേടിക്കാനായിട്ട്. കസ്തൂരി മഞ്ഞൾ മേടിച്ചിട്ട് അതിൽ കസ്തൂരി മഞ്ഞൾ അതിന് നല്ല പൗഡറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പനിനീരും കൂടെ മിക്സ് ചെയ്ത് പൗഡറാക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി അതിന് നമ്മൾ ഒരു ടിന്നിലോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന്, വളരെ എളുപ്പമാണല്ലോ, എന്നും നമ്മൾ പോയി പുതിയതായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാലും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് 1 സ്പൂണൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വാഷ് ചെയ്യുക. ഇതും വളരെ നല്ലൊരു പാക്കാണ്. സ്കാറ് പിമ്പിൾസ് എല്ലാം പോവും. നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും സ്കിന്ന്. പിമ്പിൾസിൻ്റെ കുഴി വരെ ഗ്രാജുവലി ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും. എത്ര അലർജി ടൈപ്പ് സ്കിന്നായാലും ഈ പാക്കൊന്നും വലിയ പ്രശ്നം വരില്ല. വളരെ ചിലവർക്ക് മാത്രമേ മഞ്ഞൾ അലർജി ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവർ ചെറിയ ഡോസ് ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നിട്ടേ പിന്നെ തുടർച്ചയായിട്ട് ഇടാവും. ഒരുപാട് പിമ്പിൾസ് കൂടെയാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്കേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ടേ ഇത് സ്ഥിരമായിട്ട് ഇടാൻ പാടുള്ളൂ. ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ പെൺമ ഇവിടെ പൂർണ്ണമാകുന്നു. വൈവിധ്യമാർന്ന പുതിയ കാഴ്ചകളുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.